അതിലേക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലേ. അടിപൊളി. ഹായ്, നമസ്കാരം. ഞാൻ ഷാജൽ അടിവാരം. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഒക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. ഇവിടെ ഇതൊന്നുമല്ല, ഒരുപാട് ഐറ്റംസ് വേറെയുണ്ട്. ഇത് നാസർ അടിവാരം. നാസർ എങ്ങോട്ട് നോക്കിയാ? ആള് മഞ്ചനാണ്, അടിവാരത്തിന്റെ മുത്താണ്, പിന്നെ നാട്ടിലെ പ്രമാണിയാണ്. അത്യാവശ്യം പാടും, ഹാർമോണിയം ചെറുതായിട്ട് വായിക്കും. പിന്നെ ആളുടെ പ്രധാന ഹോബിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം നോക്കാം അല്ലേ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കല്ലേ ഓരോന്നോരോന്നായിട്ട്. നാസറായി, ഈ കാണുന്ന സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്നാ നീ പറയുന്നത്? ഇവിടെ വെക്കൂല. നീ വർക്ക് ചെയ്ത് കാണിച്ചു തരൂ? ഷുവർ. എന്നാ ഓരോന്ന് തുടങ്ങാം നമുക്ക്. ചെറിയ വർക്ക്മാനാണ്. ഇതാ ഈ ഒരു കാസറ്റ്, എൻ്റെ കയ്യിലുള്ള ഒരു കാസറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് സാധാരണ നോർമൽ ടാപ്പിലുള്ള കാസറ്റിന്റെ മുകളിലാണ് ഞാനത് വെക്കുന്നത്. ഇതാ ഇത്രേ വലുപ്പമുള്ളൂ. ഇതിലൊരു പാട്ട് കേട്ട് നോക്കിയാലോ? മൈക്രോ കാസറ്റാണ്, മൈക്രോ വാക്മാനുമാണ്. സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലേ. അടിപൊളി. ഓക്കെ. നാസിലൊരു പഴയ ക്യാമറ കാണുന്നു, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എന്താണ്, എപ്പോഴാണ്? വാഗേശ്വരി ക്യാമറ. ആലപ്പുഴക്കാരന്റെ ഒരു സൃഷ്ടിയാണ്. അതായത് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ അമേരിക്കയിൽ പോലും ഇത് ഇവിടുത്തെ കയറ്റുമതി ചെയ്ത ഒരു ക്യാമറ. ഫീൽഡ് ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മളവിടെ സ്റ്റുഡിയോക്കാരൊക്കെ പിന്നെ ഒരു 60, 70, 80 കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ച ക്യാമറയാണ്. അടിപൊളി. വർക്കിംഗാണ്, പക്ഷെ ഫിലിം കിട്ടാനില്ല. ഇതൊക്കെ എഴുതുന്ന സംഘടിപ്പിക്കുന്നത്
രഹസ്യ അല്ലേ? പറയണ്ട 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 പറയണ്ട. പിന്നെ നാസർ ഒരു അപൂർവ ഫാൻ ഇവിടെ കാണുന്നുണ്ട്. അത് എങ്ങനെയാണ്? അത് എവിടുന്നാണ് സംഘടിപ്പിച്ചത്? അങ്ങനെയല്ല, സംഘടിപ്പിച്ചെങ്കിൽ പറയണ്ട. അല്ല, നമ്മുടെ സുഹൃത്തിൽ നിന്ന് സംഘടിപ്പിച്ചാണ്. ഓക്കെ. പിന്നെ അത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പിന്നെ അത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന? ഇല്ല, കറണ്ടല്ല, മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന. മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന? മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന. നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്നത്. ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടിന്റെ ഉള്ളത് പറ്റില്ല അല്ലേ? വർക്കിംഗ് ആണ്. അടിപൊളി. അത് ഇതുവരെ കണ്ടെടുത്തോളം ഒക്കെ വർക്കിംഗ് ആയതുകൊണ്ട് കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അതെയോ? ഫേസ്ബുക്കിലൊക്കെ വർക്ക് ചെയ്യുന്നു. അത് ശരി. അടിപൊളി അടിപൊളി. ഓക്കെ. ഇത് ബുഷ് കമ്പനിന്റെ ഒരു റേഡിയോ ആണ് അല്ലെ നാസറേ? ഇംഗ്ലണ്ടാണ്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ. എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് ഒക്കെ? അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം സമയം 10 മണിയായി. 12 മണിക്കാണ് വർക്ക് ചെയ്യുക. അത് ഏത് സ്റ്റേഷനാ കിട്ടുക? AM കിട്ടുള്ളൂ, FM കിട്ടൂല. ഇത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതിന് ലൈസൻസ് വേണം. ഉണ്ടോ? റിയലി? കാണട്ടെ. ഇതാണ് അതിന്റെ റേഡിയോ ലൈസൻസ്. ഓക്കെ. അന്ന് കാലങ്ങളിൽ ഇതല്ലേ ഒരു ജിനു എന്ന് പറഞ്ഞ ഒരാളെ പേരിലുള്ളതാണ് ലൈസൻസ്. ഇത് ഒരു പ്രാവശ്യത്തെ അടച്ചിട്ടുണ്ട് ഇതിൽ പൈസ. പിന്നെ 75 A1 ഇത് ലാസ്റ്റ് 75 കാലം ഒക്കെ ലൈസൻസ് വേണ്ടിയിട്ടുണ്ട്. അങ്ങനത്തെ വേണ്ടി വരും. ഇത് കാണിക്കുന്നുണ്ട്. അടിപൊളി. അടുത്തെന്താ? ഇവിടെ ഒരു മഹാരാജാവുണ്ട്. ഗ്രാമഫോൺ സാധാരണ കാണാറുണ്ടെങ്കിലും ഇതിനേക്കാൾ സൈസ് കുറഞ്ഞതാണ് കാണല്. നാസറേ, ഗ്രാമഫോണിനെ പറ്റി പറയും. ഗ്രാമഫോൺ ഇപ്പൊ എനിക്കിപ്പോ കഴിഞ്ഞ കുറഞ്ഞ കാലഘട്ടത്തിൽ കിട്ടിയതാണിത്. കുറഞ്ഞ കാലത്തിന്റെ മൂന്നെണ്ണം വേറുണ്ട് ചെറുത്. അടിപൊളി. ഇതിനിപ്പോ പിന്നെ ഇത് ഒരു 60 വർഷത്തിന്റെ മുകളിൽ പഴക്കമുള്ള ഒറിജിനൽ ഇംഗ്ലണ്ടിന്റെ സാധനമാണ്. വലിയ ഡബിൾ ബാരല് മെഷീനാണ് ഇതാക്കുന്നത്. ഡോളർ മെഷീൻ അതാണിപ്പോ ഇത്. പിന്നെ ഇതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള വീടാണ്, എനിക്ക് അറിവില്ല. അതിൽ ഒറിജിനൽ മെഷീനാണ് ഇതിനകത്തുള്ളത്. പിന്നെ അത് 10-40 കിലോ പോലെ വെയിറ്റ് ഉണ്ട് ഈ സാധനം. അത് വർക്കിംഗ് ആണോ? വർക്കിംഗ്. ഓക്കെ, ഒന്ന് കാണാം. പഴയ ടെക്നോളജിയാ. ഇത് ഗ്രാമഫോണിന്റെ വേറൊരു വേർഷൻ ആണല്ലോ അല്ലെ? ഇതെന്താണ് സംഭവം? ഡെക്കപ്പെട്ടി. അതും ചാവി കൊടുക്കണം ആദ്യം അല്ലേ? സന്തോഷം പൂക്കുന്ന തിരുനാട് നാസറേ, ഇതിനെ കുറിച്ച് സ്പൂളാണല്ലോ അതല്ലേ? ഇത് ഏത് കാലത്തുണ്ടായതാ? ഇത് ടൈപ്പിക്കാരൊക്കെ ഇറങ്ങുന്നതിന് മുന്നുള്ള സാധനം. ഇത് സാധാരണ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന റേഡിയോ സ്റ്റേഷനിൽ ഉപയോഗിച്ചു. അതെ, വരും. ഓക്കെ. ചെറുതാണ്, ഇത് വലുതാണ്. ഇതൊന്ന് വർക്ക് ചെയ്യിച്ചാലോ? ഓക്കെ. അത് കുഴപ്പമില്ല. ഇത് കുറച്ച് സമയമല്ലോ ഓണാക്കിട്ടിട്ട് വർക്ക് ആവുന്നില്ലല്ലോ. അത് ഓണാക്കി
നമ്മളൊരു 2 മിനിറ്റ് നിൽക്കണം. അതെന്താ കാരണം? ഇത് വാൽവാണ്. പണ്ട് കാലങ്ങളിലൊക്കെ വാൽവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ആ റേഡിയോ ഒക്കെ വാൽവാണ് ഞാൻ പറഞ്ഞത്. വാൽവാണ്. ട്രാൻസ്ഫോം അയച്ചൊക്കെ അതിന്റെ ശേഷമാണ്. അപ്പം ആദ്യ കാലങ്ങളിൽ ഇത് റേഡിയോ സ്റ്റേഷനിലും അതുപോലെ തന്നെ പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് സ്പൂൾ. അപ്പോ ഇത് നമുക്ക് വർക്ക് ചെയ്യും. ഇനി ഓണായി ഓക്കെ. ഒരേ സമയം രണ്ട് സൈഡിലും വർക്ക് ചെയ്യും. പിന്നെ ഈ ക്ലോക്ക് സാധാരണ ക്ലോക്കിൽ നിന്നൊരു വ്യത്യസ്തത കാണുന്നുണ്ടല്ലോ, എന്താണത്? അത് കുക്കു ക്ലോക്ക് എന്ന് പറയും. കുക്കു ക്ലോക്ക് ജപ്പാന്റേതാണ്. ജപ്പാന്റേതാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇത് നമ്മളിങ്ങനെ ചെയിൻ വിൽക്കില്ല. ഇത് ഒന്ന് അലാറം അടിക്കാനും ഒന്ന് നമ്മള് ഇത് പിന്നെ ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അലാറം അടിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ അലാറം അടിക്കുക. ഒന്നൊന്നും ചെയ്യും. പിന്നെ അപ്പുറം ആ ഷോക്കേസിൽ കുറെ ഐറ്റംസ് കാണുന്നുണ്ട്. അതിനെ പറ്റിയൊന്നും ഇപ്പൊ നീ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മാത്രം, ഈ കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുത്തുള്ളൂ. അത് കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണുള്ളത്? ഇനി വിളക്കുകൾ, കിണ്ടി വിളക്ക്, തൂക്ക് വിളക്ക്, സമ്മർദ്ദ വിളക്ക്, സ്റ്റാർ വിളക്ക്, പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ച താളിയോലകള്, പിന്നെ പെട്രോമാക്സ്, റാന്തല്, അങ്ങനെ പിന്നെ കോയിൻസ്, നോട്ടുകള്, പിന്നെ പഴയകാല കോയിൻസുകൾ, പഴയകാല നോട്ടുകൾ, 5 പൈസ മുതൽക്കുള്ള പിന്നെ പഴയ കാലത്തുള്ള നോട്ടുകൾ, ഇവരെ കാണാത്ത നോട്ടുകളൊക്കെ, പിന്നെ അങ്ങനത്തെ പിന്നെ നൊസ്റ്റാൾജിയ ആയിട്ടുള്ള സ്ലേറ്റ്, പെൻസിൽ, അങ്ങനെ പഴയ കാലത്തുള്ള പെന്നുകൾ, അങ്ങനെ കുറെ. പിന്നെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോസുകൾ, ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിയ ഫോട്ടോസുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ടേപ്പ് റെക്കോർഡിന് 40ഓളം ടേപ്പ് റെക്കോർഡ് ഉണ്ട്. 40 ടേപ്പ് റെക്കോർഡ് ഇന്ത്യൻ അല്ല. ഇനി എവിടെ ഒന്ന് പോവാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇനിയിപ്പോ എന്നാണ് അടുത്ത ദിവസം നമുക്ക് ഇതൊന്ന് എടുക്കുക. അടുത്ത ദിവസം എടുക്കാം. ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്ത് അതാണ്. അതെ, വർക്ക് ചെയ്യാത്തൊക്കെ മൂലയിലാണ്. അടിപൊളി. ഓക്കെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നാസറിനെ പരിചയപ്പെട്ടില്ലേ? ഒരുപാട് കളക്ഷൻസ് ഇനിയുണ്ട് പുറത്തെടുക്കാൻ. നമുക്ക് തപ്പി എടുപ്പിക്കണം. ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാനും കൂടി സമയമുള്ളപ്പോൾ വീണ്ടും വരാം. നാസറേ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്. കുറേ സംഗതികൾ ഇനിയും കണക്ട് ചെയ്യും. നമുക്ക് ഇതൊക്കെ കാണേണ്ട ആവശ്യമുണ്ട്. താങ്ക് യു ഷാജൽ അടിവാർ.